അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരൻ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. 2024 ഏപ്രിൽ മാസം 7-ാം തീയതി ആഗോള സഭ ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്നു. എങ്ങനെയാണ് നമ്മൾ ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കേണ്ടത് എന്ന ചിന്തകൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ ഡയറി 699 വളരെ വ്യക്തമായിട്ട് നമ്മളോട് വിശുദ്ധ ഫൗസ്റ്റീനിയയിലൂടെ ഈശോ പറയുന്ന ഒരു കാര്യം, ഈ തിരുനാളിൽ അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപവിമോചനവും പാപകടങ്ങളുടെ പൊറുതിയും ലഭിക്കുന്നു. പരിപൂർണമായ പാപവിമോചനവും കടങ്ങളുടെ പൊറുതിയും നമുക്ക് ലഭിക്കുന്നു എന്ന് വെച്ചാൽ, ആ ആത്മാവിന്റെ മേലുള്ള എല്ലാ കടങ്ങളും ആ സമയത്ത് ആ പരിശുദ്ധ കുമ്പസാരത്തിലൂടെ മോചിക്കപ്പെടുന്നു. നമുക്കറിയാം, നമ്മൾ കുമ്പസാരിച്ച പരിഹാരം ചെയ്ത പാപങ്ങളുടെ കാലിക ശിക്ഷ ഉണ്ടെന്ന് നമുക്കറിയാം. അതിനു വേണ്ടിയിട്ട് ആത്മാക്കളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഉള്ള സാഹചര്യങ്ങളെയും അവസ്ഥകളെ കുറിച്ചൊക്കെ നമ്മൾ സഭയിലൂടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവകരുണയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട് ആ ദിവസം ഈശോ തരുന്നത് ഏറ്റവും സവിശേഷമായിട്ടുള്ള ഇളവ് എന്ന് വെച്ചാൽ, നമ്മൾ പരിപൂർണമായ പാപവിമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത്, ഒരു ആത്മാവ് പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് മാമോദിസ എന്ന കൂദാശയിലൂടെ പ്രവേശിക്കുമ്പോൾ ആത്മാവ് എത്രമാത്രം പരിശുദ്ധമാണോ, തത്തുല്യമായ ഒരു കൃപയുടെ അവസ്ഥയിലേക്ക് ആത്മാവ് എത്തുന്നു എന്ന് അനേക പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് മാമോദിസയിൽ മാത്രം ലഭിക്കുന്ന കൃപയുടെ പൂർണ്ണമായ നവീകരണമാണ്. ആ അർത്ഥത്തിൽ ഇത് 2-ാം മാമോദിസയാണ്. എല്ലാ പാപങ്ങളുടെയും ശിക്ഷകളുടെയും കടങ്ങൾ ഇളച്ചു കിട്ടുന്നത് മാമോദിസയുടെ കൃപയാൽ മാത്രമാണ്. കരുണയുടെ തിരുനാൾ ദിവസം യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സകല പാപങ്ങൾക്കും ശിക്ഷകൾക്കുമുള്ള കടം ഇളച്ചു കിട്ടുന്നു എന്ന് വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ ഈശോ 699 കണ്ണിയിൽ പഠിപ്പിക്കുന്നു. ഇത് സഭയോട് പഠിച്ച് അതിന്റെ ആ ബോധ്യങ്ങൾ മനസ്സിലാക്കിയാണ് ഈ ഡയറി പ്രസിദ്ധീകരിക്കാനുള്ള അനുവാദം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവര്, നിസ്സാരമായ ഒരു കാര്യമല്ല. എങ്ങനെയാണ് ആ ദിവസം നമ്മൾ തിരുനാളിന് വേണ്ടി ഒരുങ്ങേണ്ടത്? ഈശോ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദുഃഖവെള്ളിയാഴ്ച മുതൽ 9 ദിവസം ദൈവകരുണയുടെ നൊവേന ചൊല്ലി ഒരുങ്ങുന്നു. അതായത് 9 ദിവസം നമ്മൾ 9 വ്യത്യസ്തമായിട്ടുള്ള ആത്മാക്കളെ കർത്താവിന്റെ കരുണയിൽ കൊണ്ടുവന്ന് ആ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദുഃഖവെള്ളിയാഴ്ച മുതൽ നൊവേന ചൊല്ലി നമ്മൾ ഒരുങ്ങുന്നു. രണ്ടാമത്, ആഴമായ അനുതാപത്തോടെ കുമ്പസാരിച്ച വിശുദ്ധ കുർബാന സ്വീകരിക്കുക. അതായത്, വന്നുപോയ സകല പാപങ്ങളുടെയും ആ അവസ്ഥയിലെ കർത്താവിന്റെ മുമ്പിൽ ഏറ്റവും പറഞ്ഞ കണ്ണുനീരോടെ മാപ്പ് പറഞ്ഞ് അനുദപിച്ച് കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഡയറി 1109 ഇത് വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷം കരുണയുടെ പ്രവർത്തികൾ ചെയ്യണം. മൂന്നാമതായിട്ട് 742 കണ്ണിയിൽ ഈശോ ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം 4, ദൈവകരുണയുടെ ഛായാചിത്രത്തെ വണങ്ങുക. തിരുനാൾ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഈ സെമിനാർ പങ്കുവെക്കുന്നത്. അതിനുശേഷം സാഘോഷം ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുക. മാർപ്പാപ്പയുടെ നിയോഗത്തിനായി പ്രാർത്ഥിക്കുക. 341 കണ്ണികയിൽ ഇതിന് വ്യക്തതുല്യമായ ചിന്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മാമോദിസയ്ക്ക് തത്തുല്യമായ ഒരു പരിശുദ്ധി എന്ന നമ്മുടെ ആത്മാവിലേക്ക് ഈ തിരുനാൾ ദിനം, ഈ ദുഃഖവെള്ളി മുതൽ 9 ദിവസം നൊവേന ചൊല്ലി
അനുദപിച്ച് കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കരുണയുടെ ഛായാചിത്രത്തെ വണങ്ങി കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് പരിശുദ്ധ മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം പ്രാർത്ഥിച്ച് ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ആത്മാവ് ഈ ഒരു അവസ്ഥയിലേക്ക് രൂപപ്പെടുന്നു. മക്കളെ, ഇത് തിരുനാളുകളുടെ തിരുനാളായ മഹാതിരുനാളാണ്, ദൈവ കരുണയുടെ തിരുനാൾ. ഇത് നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മൾ ആഘോഷിക്കണം. അതിനനുസരിച്ചുള്ള കൃപകൾ സ്വന്തമാക്കാൻ സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നു. സ്നേഹത്തോടെ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് ഏറ്റുപറയാം, ഈശോയെ അന്ന് ഞാൻ ശരണപ്പെടുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു.